ചീരയാണോ? ഞായറാഴ്ച കുമ്മതി കൊച്ചമ്മയുടെ വീട്ടിൽ പരിപാടിക്ക് വന്നേ. ഞായറാഴ്ച കൊച്ചിന്റെ 28 വിളിച്ചിട്ട്. ആ സുമതി കുഞ്ഞമ്മയുടെ 28. കൊച്ചിന്റെ 28. ആ ഇത് പോകാൻ ബിരിയാണിയാണോ മറ്റേ സദ്യയാണോ? അതെന്തെങ്കിലും ആവട്ടെ, അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാം. അതിനെന്താ കുഴപ്പം? എന്താ കൊടുക്കണ്ടേ? വള ഇവിടെ കൊണ്ടുപോയി കൊച്ചിന് വള വന്നതല്ലേ. ഇവിടെ വളന്ന് കുഴപ്പമില്ല. ഇതിന്റെ പൈസ എന്തായിരിക്കും? നമുക്ക് പോവാം, നമുക്ക് ഓടിക്കാം. നമുക്ക് ചെയിൻ മേടിച്ചിട്ട് പോവാം. എന്റെ എവിടെന്നാ പൈസ? പിന്നെ എന്റെ എവിടുന്ന പൈസ? എന്റെ 5 പൈസ ഇല്ല കേട്ടാ. അത് മാത്രല്ല, പണിയില്ല, മഴ പെയ്തുകൊണ്ട് ഞാൻ ഇരിക്കല്ലേ. ഒരു പണി നടക്കില്ല, പെയിന്റ് അടി നടക്കില്ല, ആകെ പെയിന്റ് അടി മാത്രമേ നടക്കണോ. നമ്മുടെ കൂട്ടുകാരോട് കൂട്ടുകാർ അവരൊന്നും ഉണ്ടാവില്ല. അത് ശരി. ടൂറ് പോകാൻ കൂട്ടുകാർ, കമ്പനി കൂടാൻ കൂട്ടുകാർ, 24 മണിക്കൂർ കൂട്ടുകാർ, വിളിക്കല് പോവല് എന്താ. ഇപ്പൊ ഒരു 5 പൈസയുടെ കാര്യത്തിൽ വരുമ്പോ കൂട്ടുകാരും ഇല്ല, ഒരു ദണ്ടികളും ഇല്ല. കൂട്ടുകാരനുസരിച്ചിട്ട് സംസാരിക്കും. അവരിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ പാവപ്പെട്ട പോലെ തന്നെയുള്ള ആൾക്കാരല്ലേ. എന്ത് ചെയ്യാനാ? എന്തായാലും ഒരു പണിയാ. ഞാൻ മുതലാളിനെ വിളിച്ചോട്ടെ. പോവാ, ഞായറാഴ്ച അല്ലേ. പരിഹാരം ഉണ്ടാക്കാം. ചീര തേങ്ങ നൻപനെ വിളിച്ചോക്കാം. ഹലോ, ആ നീ എവിടെ? അതെ എടാ, ഒരു 2000 രൂപ ഒരു ആവശ്യമുണ്ടല്ലോ. അതൊരു 28 കേസാന്നേ. അല്ല 28 കേസ് 28 കേസല്ല, ഒരു കൊച്ചിന്റെ ഒരു 28 അതിനൊരു പോകാനുള്ള ഒരു ഇല്ലേ? മതി മതി മതി. ആ ഗൂഗിൾ പേ മതി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ ആ പൈസയൊക്കെ റെഡിയായി. പൈസയൊക്കെ നമ്മുടെ നൻപൻ ഇപ്പൊ തന്നെ അയച്ചു തന്നു. നീ എന്താ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി വിചാരിച്ചാണ്? വെറുതെ ട്രിപ്പ് പോവാനും കമ്പനിക്ക് പോകാൻ വേണ്ടി മാത്രമാണെന്ന് ഫ്രണ്ട്ഷിപ്പ്. ഏത് കാര്യത്തിനായാലും ഉണ്ടല്ലോ കൂട്ടുകാരന്മാര്, അത് എപ്പോഴും ചങ്കുപോലെ നിൽക്കും. മനസ്സിലായ? അത് പണമായിട്ട് അളക്കാൻ പറ്റൂല. സ്നേഹമാണ്, സ്നേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. അതെന്ന് പറഞ്ഞാലേ വേറെ 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 ലെവലാണ്. നിന്റെ സുമതി കുഞ്ഞമ്മയുടെ 28 അല്ലേ? വാ.